ഋഷി, അൻസിബ അല്ലെങ്കിൽ ജാസ്മിൻ ഇവരിൽ ആരുടെ ഭാഗത്താണ് ശരി? ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നിസ്സംശയം പറയാം ഋഷിയുടെയും അൻസിബയുടെയും ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കാരണങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർക്കായി മാത്രമുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പോടി എന്ന് വിളിക്കുന്നതൊക്കെ വളരെ വളരെ ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് കാണിക്കുന്ന കാര്യമാണ്. പകരം നിങ്ങൾ ഷൊട്ടേന്ന് വിളിച്ചോളൂ, ഷൊണ്ണേന്ന് വിളിച്ചോളൂ, കരിഞ്ഞ മത്സ്യകന്യങ്ങളെന്ന് വിളിച്ചോളൂ, ചെറ്റേന്ന് വിളിച്ചോളൂ, തന്തയില്ലാത്തവനെന്ന് വിളിച്ചോളൂ. അതുപോലെ തന്നെ വളരെ നിലവാരമുള്ള വാക്കുകളായ പണയട, കൊരയ്ക്കട, പട്ടി, അണ്ണാക്കിൽ തിളച്ച വെള്ളമെടുത്തൊഴിക്കും, അങ്ങനെയൊക്കെയുള്ള ഏഷ്യനെറ്റിൻ്റെയും ബിഗ് ബോസ് ക്രൂവിൻ്റെയും നിലവാരത്തിനനുസരിച്ചുള്ള നിലവാരം, അങ്ങനത്തെ നിലവാരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഋഷിയുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് 100% പ്രൂവ് ആയിരിക്കുന്നു. അതുപോലെ ഋഷി ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം, വഴക്കടിക്കുമ്പോൾ ആരോടാണ് വഴക്കടിക്കുന്നത് എന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജാസ്മിൻ്റെ ഭാഗത്തോ റസ്മിൻ്റെ ഭാഗത്തോ അതോ നമ്മുടെ അപ്സരയുടെ ഭാഗത്തോ ഒന്നും ചെല്ലരുത്. ആ ഭാഗം ഡേഞ്ചറസ് സോണാണ്. ആ ഭാഗത്തേക്ക് ചെല്ലരുത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്തും വിളിക്കാം, എങ്ങനെ വേണമെങ്കിൽ ബിഹേവ് ചെയ്യാം. ആരോടൊക്കെ? ജിൻഡോനോട് ബിഹേവ് ചെയ്യാം, അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിനോട് ബിഹേവ് ചെയ്യാം, അഭിഷേകിനോട് ചെയ്യാം. പക്ഷേ മറ്റേ ഏരിയയിലോട്ട് പോകരുത്. പോയാൽ നമ്മൾ സിബിനെ പോലെ, സിബിൻ ചെയ്ത മാതിരി മഹാകൊടും പാതകം ചെയ്യുന്ന ഒരാളായി നിങ്ങളിപ്പോൾ മാറിയില്ലേ. ഇതുപോലെ കൃത്യമായിട്ട് നീതിയുക്തമായ കാര്യം നമ്മുടെ ലാലേട്ടം വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ചെയ്ത മാതിരി 100% നിങ്ങൾ അർഹിക്കുന്ന കാര്യമാണ്. പിന്നെ അൻസിബയിലോട്ട് വരുമ്പോൾ, അൻസിബ എന്തിനാണ് അനാവശ്യമായിട്ട് ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരു കോംബോ അവിടെ കളിക്കാനല്ലോ നിങ്ങൾ പോയിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ കളിക്കണം? നിങ്ങൾക്ക് നക്കാം, കടിക്കാം, രാത്രി 3 മണിവരെ ഇരിക്കാം. ഒരാളോട് സംസാരിച്ചാൽ മറ്റൊരാൾ ചാടി വീണ് അസഭ്യവർഷങ്ങൾ കൊണ്ട് ആരാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവരെ ടാറടിച്ച് കാണിക്കാം. അങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത്. അല്ലാതെ മാന്യമായി നിന്ന് സപ്പോർട്ട് ചെയ്യരുത്. മാന്യമായി നിന്ന് അഭിപ്രായങ്ങളും സജഷൻസും കൊടുക്കരുത്. ഒറ്റയ്ക്ക് നിന്ന് ഋഷിക്ക് കളിക്കാമായിരുന്നു എന്നുള്ളതിൽ ഞാനും യോജിക്കുന്നു. പക്ഷേ അൻസിബയ്ക്കും ഋഷിക്കും തെറ്റിയത് രാത്രി 3 വരെയുള്ള കണ്ടന്റ് കൊടുക്കണമായിരുന്നു. എങ്ങനെ? ഏഷ്യനെറ്റിൻ്റെ നിലവാരത്തിന് അനുസരിച്ചുള്ള കോണ്ടന്റ് കൊടുത്താൽ നിങ്ങളുടെ കോംബോവും വെള്ളിപ്പറവകളായി എന്നൊക്കെ പാട്ടൊക്കെ വെച്ച് അവർ നന്നായി സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണോ ആ ലെവലിലോട്ട് നിങ്ങൾ ലോ ലെവലിലോട്ട് നിങ്ങൾ തരം താഴണം. അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് കിട്ടും. പിന്നെ അൻസിബയ്ക്കുള്ള വേറെ പ്രശ്നങ്ങൾ, അൻസിബ പോയിന്റ് മാത്രം പറയുന്നു. ആരെങ്കിലും വളരെ ഒച്ചട്ടോ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചെവി അടച്ചു പോകണു. അൻസിബ പിന്നിൽ നിന്ന് സംസാരിക്കുന്നു. ഇതൊക്കെയാണ്. അൻസിബ പ്ലോട്ടിങ്ങും പാടില്ല, പ്ലാനിങ്ങും പാടില്ല. ഇതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? തന്തയില്ലാത്തവനെ, പട്ടി, ചെറ്റ, നിന്റെ അണ്ണാക്കിൽ വെള്ളം കോരി ഒഴിക്കടാ, ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. ഈ ഒരു ലെവൽ നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം. അല്ലാതെ ചെവി അടച്ചു പോകരുത്. നിങ്ങൾ ജാസ്മിനെ കണ്ടു വേണം പഠിക്കാൻ. ആ ഒരു ലോ ലെവലിലോട്ടും ഏഷ്യനെറ്റിൻ്റെ ലെവലിലോട്ടും ബിഗ് ബോസ് ക്രൂവിൻ്റെ ലെവലിലോട്ടും താണ് വേണം സംസാരിക്കാൻ. പിന്നെ പ്ലോട്ടിങ്ങും പ്ലാനിങ്ങും ഒന്നും അവിടെ പാടില്ല കേട്ടോ. അതൊക്കെ വളരെ ചിലർക്ക് മാത്രം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കളിക്കണം. ബെറ്റർ എന്താ ചെയ്യേണ്ടത് അറിയോ? വീക്കെൻഡ് എപ്പിസോഡിൽ പോയി പണി നോക്ക്. എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി ഇറങ്ങി വരാൻ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് പറ്റിയിരുന്നെങ്കിൽ എന്ന് വളരെ സത്യസന്ധമായി ആഗ്രഹിച്ചു പോകണം. അപ്പോൾ അകത്തിരിക്കണ അവർക്ക് അറിയില്ലല്ലോ പുറത്തവരുടെ അവസ്ഥ. അതേപോലെ തന്നെ അൻസിബ ചെയ്ത ഒരു കൊടും ക്രൂരത, ചിപ്പ് മാറ്റി വന്ന റോബോട്ടിനെ ഉള്ളിൽ ഗസ്റ്റുകളോട് വിടണമായിരുന്നു. എന്നിട്ട് ഊളകളെ എന്നൊക്കെ വിളിച്ചത് അവരെ വിളിപ്പിക്കണമായിരുന്നു. അതൊക്കെ ഭയങ്കര ഫണ്ണല്ലേ? അതൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ അൻസിബയ്ക്ക് കഴിയാത്തതും, കിച്ചൺ ടീം കച്ചറയുണ്ടാക്കി പുറത്തു പോയപ്പോൾ അവരെ പുറത്ത് നിർത്തിക്കൊണ്ട് ഗസ്റ്റിന് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും വലിയ തെറ്റാണ്. അവർ പുറത്തു പോയപ്പോൾ ഇവരെ പട്ടിണിക്കിടണമായിരുന്നു. കാരണം പുറത്ത് അവർ ഭയങ്കര എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് ഗസ്റ്റിന് വയറ് നിറയുമായിരുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്ത വലിയ കൊടും പാതകങ്ങൾ. ഇനിയെങ്കിലും മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളായിരുന്നു.